Hello everybody, welcome to Triplies official degree YouTube channel. Myself Vrindavani. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 2 ആണ് മണി മാർക്കറ്റ്. നേരത്തെ നമ്മൾ ചാപ്റ്റർ 1 ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ചാപ്റ്റർ 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്റർ 1 തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറേ കാര്യങ്ങളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് ചാപ്റ്റർ 2ലും അതുപോലെ തന്നെ ഷോർട്ട് ആൻസർ ക്വസ്റ്റനും ഷോർട്ട് എസ്സേ ക്വസ്റ്റൻസും ഏറ്റവും ഇമ്പോർട്ടൻറ്റും ആയിട്ടുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഈ മണി മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നമുക്ക് പെട്ടെന്ന് പഠിക്കാനും പറ്റും, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കോൺസെപ്റ്റാണ് മണി മാർക്കറ്റ്. അത്ര പാടുള്ളതല്ല മണി മാർക്കറ്റ്. നമ്മളിതിൻ്റെ ബേസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചായിരുന്നു മണി മാർക്കറ്റിനെ കുറിച്ച്. ഇനി ബാക്കി നമുക്ക് ഇവിടെ പഠിക്കാം. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഷോർട്ട് ആൻസർ ക്വസ്റ്റൻ ആണ്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫൈൻ മണി മാർക്കറ്റ്. നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ലൈവിൽ നമ്മൾ എന്തായാലും എക്സാമിന് മുന്നേ നമ്മൾ എന്തായാലും ലൈവ് കണ്ടക്ട് ചെയ്യും. അതിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റിവിഷൻ പോലെ എല്ലാ ചാപ്റ്റേഴ്സും പെട്ടെന്ന് തന്നെ നമ്മളൊന്ന് ഓടിച്ചു വിട്ട് എല്ലാം നമ്മളൊന്ന് റിഫ്രഷ് ചെയ്ത് എടുക്കുന്നതായിരിക്കും. സോ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? മണി മാർക്കറ്റിന്റെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഡിഫൈൻ മണി മാർക്കറ്റ്. എന്താണ് മണി മാർക്കറ്റ് ഡിഫൈൻ ചെയ്യേണ്ടത്? സോ മണി മാർക്കറ്റ് ഇസ് ദ സെഗ്മെന്റ് ഓഫ് ദ ഫിനാൻഷ്യൽ മാർക്കറ്റ് വെയർ ഷോർട്ട് ടേം ഫണ്ട്സ് വിത്ത് മെച്യൂരിറ്റി അപ് ടു 1 year ആ ബോറോഡ് ആൻഡ് ലൈൻ. നമുക്കറിയാം മണി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് അവിടെ എന്താ നടക്കുന്നത്? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്. എങ്ങനെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്? മെച്യൂരിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ 1 year, ലെസ് ദാൻ 365 ദിവസത്തിന് താഴെ മാത്രം എന്താണ് മെച്യൂരിറ്റി ഉള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത്. സോ എന്താണ്? ഷോർട്ട് ടേം ഫണ്ട്സ് ഇസ് ദ സെഗ്മെന്റ് ഓഫ് ദ ഫിനാൻഷ്യൽ മാർക്കറ്റ്. മണി മാർക്കറ്റ് എന്തിന്റെ സെഗ്മെന്റ് ആണ്? ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ സെഗ്മെന്റ് ആണ്. ഇവിടെ നമ്മൾ എന്താണ് ഡീൽ ചെയ്യുന്നത്? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. അതിന്റെ എന്താണ്? അതിന്റെ മെച്യൂരിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ 365 അല്ലെങ്കിൽ ലെസ് ദാൻ 1 year എന്നാണ്. ഇറ്റ് ഡീൽസ് വിത്ത് ഹൈ ലിക്വിഡ് ആൻഡ് ലോ റിസ്ക് ഇൻസ്ട്രുമെന്റ്സ്. എന്ന് വെച്ചാൽ എന്താ? ലിക്വിഡ് എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കാശാക്കി മാറ്റാൻ പറ്റും. ഹൈ ലിക്വിഡ് ആണ്, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ലിക്വിഡ് ആക്കാനും പറ്റും. അതുകൊണ്ട് തന്നെ റിസ്ക്കും വളരെ കുറവായിരിക്കും. ഇറ്റ് ഹെൽപ്സ് മെയിൻറ്റെയിൻ ലിക്വിഡിറ്റി ഇൻ ദ എക്കോണമി. ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളെ ഒരുപാട് സഹായിക്കും. എന്താണ് സഹായിക്കുന്നത്? ഈ പറയുന്ന മണി മാർക്കറ്റ് നമ്മളെ സഹായിക്കും. ഓക്കെ, എക്സാമ്പിൾസ് ആണ് ട്രഷറി ബിൽ, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്, സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഡെപ്പോസിറ്റ്സ്. ഇതൊക്കെ എന്താണ്? ഈ പറയുന്ന ട്രഷറി ബിൽസ് ആണെങ്കിലും കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ആണെങ്കിലും സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഇതെല്ലാം മണി മാർക്കറ്റിന്റെ ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഇതെല്ലാം എന്ത് ഇൻസ്ട്രുമെന്റ്സ്? മണി മാർക്കറ്റിന്റെ ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഇവരുടെ എല്ലാം മെച്യൂരിറ്റി എന്ന് പറയുന്നതും ലെസ് ദാൻ 1 year തന്നെയാണ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് കോൾ മണി മാർക്കറ്റ്? എന്താണ് കോൾ മണി മാർക്കറ്റ് എന്നുള്ളത്? കോൾ മണി മാർക്കറ്റ് ഇസ് ദ മാർക്കറ്റ് ഫോർ എ വെരി ഷോർട്ട് ടേം ഫണ്ട്സ്. വളരെ ഷോർട്ട് ടേം ഫണ്ട്സിന് വേണ്ടിയിട്ടാണ് കോൾ മണി മാർക്കറ്റ് ഉള്ളത്. റീപേബിൾ ഓൺ ഡിമാൻഡ്. ഡിമാൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? റീപേ ചെയ്യണം. മെച്യൂരിറ്റി റേഞ്ചസ് ഫ്രം 1 days to 14 days. അതെ, കോൾ മണി പ്രത്യേകം ശ്രദ്ധിക്കണം. കോൾ മണി എന്ന് പറഞ്ഞാൽ 14 days വരെ മാത്രമേ ഉള്ളൂ മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കോൾ മണി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം 14 days മെച്യൂരിറ്റി പീരീഡ് മാത്രമേ ഉള്ളൂ. 1 to 14 days വരെ മാത്രം. മെയിൻലി യൂസ് ബൈ ബാങ്ക്സ് ടു മെയിൻറ്റെയിൻ CRR വിത്ത് RBI. കൂടുതലും യൂസ് ചെയ്യുന്ന ആരാണ്? ഇത് ബാങ്ക്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. മെയിൻലി യൂസ്ഡ് ബൈ ബാങ്ക്സ് ടു മെയിൻറ്റെയിൻ CRR, ക്യാഷ് റിസർവ് റേഷ്യോ. CRR മെയിൻറ്റെയിൻ ചെയ്യാൻ, അതായത് RBI ആയിട്ട് CRR മെയിൻറ്റെയിൻ ചെയ്ത് പറ്റും എല്ലാ ബാങ്ക്സും. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാങ്ക്സ് യൂഷ്വലി ഇത് യൂസ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് ഇസ് കോൾ റേറ്റ്. ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിന് നമുക്ക് എന്താണെന്ന് പറയാം? കോൾ റേറ്റ് എന്ന് പറയാം. കോൾ മണിയുടെ ഇല്ലെങ്കിൽ എന്താണ് ആ ഇൻസ്ട്രുമെന്റിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതാണ് കോൾ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ മെച്യൂരിറ്റി എത്രയാണ്? 1 to 14 days. മറന്നു പോയത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി അടുത്തത് വാട്ട് ആർ ഇന്റർ ബാങ്ക് ഡിപ്പോസിറ്റ്സ്? എന്താണ് ഇന്റർ ബാങ്ക് ഡിപ്പോസിറ്റ്സ് എന്ന് നോക്കാം. ഡിപ്പോസിറ്റ്സ് പ്ലേസ്ഡ് ബൈ വൺ ബാങ്ക് വിത്ത് അനദർ ബാങ്ക്. അതെ, ഇന്റർ ബാങ്ക് ഡിപ്പോസിറ്റ് ആ പേര് പോലെ തന്നെ എന്താണ്? ഒരു ബാങ്ക് മറ്റൊരു ബാങ്കിൽ എന്ത് ചെയ്യുന്നത്? ഡിപ്പോസിറ്റ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നു. ഡിപ്പോസിറ്റ്സ് പ്ലേസ്ഡ് ബൈ വൺ ബാങ്ക് വിത്ത് അനദർ. ദി പ്രൊവൈഡ് ഷോർട്ട് ടേം ഫണ്ട്സ് ടു മീറ്റ് ലിക്വിഡിറ്റി നീഡ്സ്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ മണി മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്നതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇന്റർ ബാങ്ക് ഡിപ്പോസിറ്റ്സ് ഇതെല്ലാം എന്താണ്? അതെ, ഇതെല്ലാം ഇതിൻ്റെ മെച്യൂരിറ്റി എന്ന് പറയുന്നത് ഫ്യൂ ഡേയ്സ് ടു എ ഇയർ, ഒരു വർഷത്തിന് താഴെ ഇല്ലെങ്കിൽ ദിവസങ്ങൾ മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, അതിൽ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. സോ ദേ പ്രൊവൈഡ് ഷോർട്ട് ടേം ഫണ്ട്സ് ടു മീറ്റ് ലിക്വിഡിറ്റി നീഡ്സ്. യൂഷ്വലി ഫിക്സഡ് മെച്യൂരിറ്റി. എന്താണ് അവരുടെ മെച്യൂരിറ്റി? ഫ്രം ഫ്യൂ ഡേയ്സ് ടു എ ഇയർ, ഒരു വർഷം വരെ അല്ലെങ്കിൽ കുറച്ച് ദിവസം. ഇപ്പോൾ 15 ദിവസം 16 ദിവസത്തിന് മാത്രം എന്താണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. മനസ്സിലായില്ലേ? അങ്ങനെ ദ സ്ട്രെങ്തൻ ഇന്റർ ബാങ്ക് റിലേഷൻസ് ആൻഡ് ലിക്വിഡിറ്റി മാനേജ്മെന്റ്. ഇന്റർ ബാങ്ക് റിലേഷൻസും ലിക്വിഡിറ്റി മാനേജ്മെന്റ് ഇവർ എന്ത് ചെയ്യുന്നു? വളരെയധികം സ്ട്രെങ്ത് ചെയ്യാനും സഹായിക്കും. എന്താണ് ഇന്റർ ബാങ്ക് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്? ഇന്റർ ബാങ്ക് ഡെപ്പോസിറ്റിന്റെ എക്സാമ്പിളുകൾ നമുക്ക് നോക്കാം. ഇന്റർ ബാങ്ക് ഡെപ്പോസിറ്റ് വെൻ വൺ ബാങ്ക് കീപ്സ് മണി ഇൻ അനദർ ബാങ്ക് ഫോർ എ ഷോർട്ട് ടൈം. കുറച്ച് സമയത്തിന് വേണ്ടി ഒരു ബാങ്ക് മറ്റൊരു ബാങ്കിന് എന്താണ്? ഡിപ്പോസിറ്റ് സൂക്ഷിക്കുന്നു, ഇല്ലെങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നു. അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇന്റർ ബാങ്ക് ഡിപ്പോസിറ്റ് എന്ന് പറയാം. സോ നെക്സ്റ്റ് എക്സാമ്പിൾ, ബാങ്ക് എ. ഇനി ബാങ്ക് എയും നമുക്ക് ബാങ്ക് ബിയും നോക്കാം.
ബാങ്ക് ബിയിൽ എന്താണുള്ളത്? ബാങ്ക് എ ആസ് എക്സ്ട്രാ മണി, കുറച്ച് അധികം കാശാണ്. ഓക്കെ, ബാങ്ക് ബി നീഡ്സ് മണി ഫോർ എ ഫ്യൂ മന്ത്സ്, കുറച്ച് മാസത്തിന്. സോ 6 months പീരീഡ് നമുക്ക് നോക്കുവാണെങ്കിൽ ഈ 6 മാസത്തിന് എന്താണ് ബാങ്ക് ബിക്ക് കുറച്ച് 6 മാസത്തിന് ഫണ്ടിൻ്റെ ഷോർട്ടേജ് ഉണ്ട്, അവർക്ക് കുറച്ച് മണിയുടെ ആവശ്യമുണ്ട്. സോ ബാങ്ക് എ ഗീവ്സ് ₹10 crore ടു ബാങ്ക് ബി ഫോർ 6 months. അപ്പോൾ ഈ 6 മാസത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ₹10 crore എന്ത് ചെയ്യുന്നു? ബാങ്ക് എ കൊടുക്കും ബാങ്ക് ബിക്ക് വേണ്ടിയിട്ട്. ആഫ്റ്റർ 6 months ബാങ്ക് ബി ഗീവ്സ് ബാക്ക് ദ മണി പ്ലസ് സം ഇൻട്രസ്റ്റ്. മാത്രമല്ല ബാങ്ക് ബി എന്ത് ചെയ്യണം? കുറച്ച് 6 മാസത്തിനാണ് കൊടുത്തതെങ്കിൽ 6 മാസം കഴിയുമ്പോൾ വെറുതെ 10 crore മാത്രം തിരിച്ചു കൊടുത്താൽ പോരാ, ആ ഇൻട്രസ്റ്റും കൂടെ തിരിച്ചു കൊടുക്കണം. കണ്ടോ? അപ്പം പ്രിൻസിപ്പൽ എമൗണ്ടും അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് എമൗണ്ടും കൂടെ കൂട്ടിയിട്ടായിരിക്കും ഇവർ എന്ത് ചെയ്യുന്നത്? ബാങ്ക് ബി തിരിച്ചു കൊടുക്കുന്നത് ബാങ്ക് എക്ക്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതുവഴി നമുക്ക് എന്ത് ലിക്വിഡിറ്റി മാനേജ് ചെയ്യാൻ പറ്റും. നമ്മൾ മുകളിൽ പഠിച്ചില്ലേ? കണ്ടോ? ദേ സ്ട്രെങ്തൻ ഇന്റർ ബാങ്ക് റിലേഷൻസും അതുപോലെ തന്നെ ലിക്വിഡിറ്റി മാനേജ്മെന്റ് സ്ട്രെങ്തൻ ചെയ്യാൻ ഒരുപാട് സഹായിക്കും ഇങ്ങനെ ചെയ്യുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ഡിസ്കൗണ്ട് മാർക്കറ്റ്? എന്താണ് ഡിസ്കൗണ്ട് മാർക്കറ്റ് എന്നുള്ളത്? മാർക്കറ്റ് ഫോർ ഡിസ്കൗണ്ടിങ് ഷോർട്ട് ടേം ഇൻസ്ട്രുമെന്റ്സ്. കണ്ടോ? ഡിസ്കൗണ്ട് മാർക്കറ്റ് എന്താണ്? ഡിസ്കൗണ്ടിങ് ഷോർട്ട് ടേം ഇൻസ്ട്രുമെന്റ്സ് ഡിസ്കൗണ്ടിങ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് എന്താ ഡിസ്കൗണ്ട് മാർക്കറ്റ്. നമ്മൾ നേരത്തെ പഠിച്ച ക്യാപിറ്റൽ മാർക്കറ്റ്, മണി മാർക്കറ്റ്, അതുപോലെ തന്നെ ഒരു മാർക്കറ്റാണ് ഡിസ്കൗണ്ട് മാർക്കറ്റ്. ഇവിടെ എന്താ ചെയ്യുന്നത്? മാർക്കറ്റ് ഇവിടെ എന്താണ്? ഷോർട്ട് ടേം ഇൻസ്ട്രുമെന്റ്സ്, അതായത് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ട്രഷറി ബിൽസ്, കൊമേഴ്ഷ്യൽ പേപ്പർ ഒക്കെ പഠിച്ചില്ലേ നമ്മൾ? ആ ഡിസ്കസ് ചെയ്ത അതേ ഇൻസ്ട്രുമെന്റ്, ഷോർട്ട് ടേം ഇൻസ്ട്രുമെന്റ്സ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിവിടെ ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റും ഈ മാർക്കറ്റിൽ. ഇൻസ്ട്രുമെന്റ്സ് ആർ സോൾഡ് ബിലോ ഫേസ് വാല്യൂ അറ്റ് ഡിസ്കൗണ്ട്. അതെ, ഫേസ് വാല്യൂവിനേക്കാളും താഴെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെല് ചെയ്യാൻ പറ്റും അറ്റ് എ ഡിസ്കൗണ്ട്. അറ്റ് മെച്യൂരിറ്റി ദ ബയർ ഗെറ്റ്സ് ദ ഫുൾ ഫേസ് വാല്യൂ. മെച്യൂരിറ്റി ആകുമ്പോഴെന്താണ്? മെച്യൂരിറ്റി ആകുമ്പോൾ ഫുൾ ഫേസ് വാല്യൂ കിട്ടുകയും ചെയ്യും. ഹെൽപ്സ് ബിസിനസ് ആൻഡ് ഗവൺമെന്റ്സ് റേറ്റ്സ് ഷോർട്ട് ടേം ഫണ്ട്സ് ക്വിക്ലി. പെട്ടെന്ന് അവർക്കൊരു ഫണ്ടിൻ്റെ ആവശ്യമുണ്ട്, പെട്ടെന്ന് അത് റേസ് ചെയ്യാൻ അവരെ ബിസിനസ്സിനാണെങ്കിലും ഗവൺമെന്റിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് ഡിസ്കൗണ്ട് മാർക്കറ്റ്. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് DUPN? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ എക്സാംസിനും ചോദിക്കാറുണ്ട്. എന്തായാലും എക്സാമിന് നിങ്ങൾക്ക് 2 മാർക്കിന് എന്തായാലും ചോദിക്കും. ഷുവർ ക്വസ്റ്റ്യൻ ആയിരിക്കും DUPN എന്താണെന്നുള്ളത്. ഡെവലപ്മെന്റ് ഓഫ് അൺറെഗുലേറ്റഡ് പ്രോമിസറി നോട്ട്സ്. എന്താണ് ഡെവലപ്മെന്റ് ഓഫ് അൺറെഗുലേറ്റഡ് പ്രോമിസറി നോട്ട്സ്? DUPN refers to unregulated promissory notes issued by corporates. ആരെ ഇഷ്യൂ ചെയ്യുന്നത്? കോർപ്പറേറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നതിനെ എന്തെന്ന് പറയാൻ നമുക്ക്? DUPN. These are unsecured short term credit instruments. ഇതെന്താണ്? വളരെ അൺസെക്യൂർഡ് ആണ്, അതുപോലെ തന്നെ ഷോർട്ട് ടേം ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. DUPN മണി മാർക്കറ്റിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇതെന്താണ്? ഷോർട്ട് ടേം ഇൻസ്ട്രുമെന്റ് ആണ്. ഇല്ലെങ്കിൽ എന്താണ്? ഇതിന്റെ മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ 1 year താഴെ വരത്തുള്ളൂ. So they are unsecured short-term credit instruments issued as substitute for loans to raise working capital. കൂടുതൽ ഇത് എന്തിനാണ് ഇഷ്യൂ ചെയ്യുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെ, ഇഷ്യൂ ആസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ലോൺസ് ടു റേസ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും എന്ത് ചെയ്യുന്നത്? DUPN ഇവർ ഇഷ്യൂ ചെയ്യുന്നത്. ആര്? കോർപ്പറേറ്റ്സ്. നോട്ട് ഗവർൺ ബൈ സ്ട്രിക്റ്റ് SBI റെഗുലേഷൻസ്, ഹെൻസ് അൺറെഗുലേറ്റഡ്. അതെ, ഇത് കൂടുതലും റെഗുലേറ്റ് ചെയ്യുന്നില്ല. RBI റെഗുലേറ്റ് കൂടുതലും ചെയ്യാത്തതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ അതിന് എന്തെന്ന് പറയുന്നത്? അൺറെഗുലേറ്റഡ് എന്ന ടേം നമ്മൾ കൊടുത്തിരിക്കുന്നത്. സോ അൺറെഗുലേറ്റഡ് പ്രോമിസറി നോട്ട്സ്. ദെൻ സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ്. അടുത്ത് നമുക്ക് നോക്കാം എന്താണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ് എന്ന് നോക്കാം. A negotiable money market instrument issued by banks and financial instrument. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ്, CD. ഈ CD ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? അതെ, ഇത് ഇഷ്യൂ ചെയ്യുന്നത് ഒന്ന് ബാങ്ക്സും പിന്നൊന്ന് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, ഇവരാണ് എന്ത് ചെയ്യുന്നത്? യെസ്, ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഇറ്റ്സ് എ ടൈം ഡെപ്പോസിറ്റ് വിത്ത് എ ഫിക്സ്ഡ് മെച്യൂരിറ്റി 7 days to 1 year. എന്താണ്? ഇതൊരു ടൈം ഡെപ്പോസിറ്റ് ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതെന്താണ്? ടൈം ഡെപ്പോസിറ്റ്. കണ്ടോ? ഇതൊരു ടൈം ഡെപ്പോസിറ്റ് ആണ്. ഇതെന്താണ്? ഒരു ടൈം ഡെപ്പോസിറ്റ് ആണ് വിത്ത് എ ഫിക്സ്ഡ് മെച്യൂരിറ്റി. മനസ്സിലാക്കണം, ടൈം ഡെപ്പോസിറ്റ് ആയതാണ് ഇതൊരു ഫിക്സ്ഡ് മെച്യൂരിറ്റി ഉള്ള സാധനമാണ്. ഇല്ലെങ്കിൽ 7 days to 1 year. മെച്യൂരിറ്റി എന്താണ്? ഫിക്സ്ഡ് ആണ്. 7 days എന്ന് പറയാം, ഇല്ലെങ്കിൽ 1 year വരെ. കണ്ടോ? മിനിമം ആണ് ഈ 7 days എന്ന് പറയുന്നത്, മാക്സിമം 1 year മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ഇഷ്യൂഡ് ഇൻ ഡീമെറ്റീരിയലൈസ്ഡ് ഫോം. എങ്ങനെ ഇഷ്യൂ ചെയ്യുന്നത്? ഡീമെറ്റീരിയലൈസ്ഡ് ഫോമിലായിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. പ്രൊവൈഡ്സ് ഹയർ ഇൻട്രസ്റ്റ് ദാൻ സേവിങ്സ് അക്കൗണ്ട്. ഹൈ ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. സേവിങ്സ് അക്കൗണ്ടിനേക്കാളും നമുക്ക് ഹൈ ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? യെസ്, ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റിന് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ദെൻ അടുത്ത എന്താണ് കൊമേഴ്ഷ്യൽ പേപ്പർ? CP. CD ആൻഡ് CP മാറിപ്പോകരുത്. CD ആൻഡ് CP മാറിപ്പോകരുത്. ആൻഡ് അൺസെക്യൂർഡ്. അടുത്ത എന്താണ്? CP.
commercial paper and unsecured short-term promissory note issued by corporates. CP ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? കോർപ്പറേറ്റ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. മാറി പോകരുത്. ആൻഡ് അൺസെക്യൂർഡ് എന്താണ്? ഷോർട്ട്-ടേം പ്രോമിസറി നോട്ട് ഇഷ്യൂഡ് ബൈ കോർപ്പറേറ്റ്സ്. മെച്യൂരിറ്റി എങ്ങനെയാണ്? 7 days to 1 year. ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്, റിഡീംഡ് അറ്റ് ഫുൾ ഫേസ് വാല്യൂ. മനസ്സിലാക്കണം. CP എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത്? ഡിസ്കൗണ്ട്. ഇനി അടുത്ത CP. അതുപോലെ തന്നെ CP എങ്ങനെയാണ് റിഡീം ചെയ്യാൻ പറ്റുന്നത്? ഫുൾ ഫേസ് വാല്യൂ. ഓക്കെ, ഇതാരാണ് ഇഷ്യൂ ചെയ്യുന്നത്? കോർപ്പറേറ്റ്സ്. ഓക്കെ, വളരെ സിമ്പിളാണ്. ഈ പറയുന്ന കൊമേഴ്ഷ്യൽ പേപ്പർ ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? കോർപ്പറേറ്റ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. എങ്ങനെ ഇഷ്യൂ ചെയ്യുമ്പോൾ അവർ ഡിസ്കൗണ്ടിലായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. റിഡീം ചെയ്യുമ്പോഴോ കണ്ടോ? റിഡീം ചെയ്യുമ്പോൾ ഫുൾ ഫേസ് വാല്യൂ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? റിഡീം ചെയ്യുന്നത്. കണ്ടോ? ഫുൾ ഫേസ് വാല്യൂ. ഓക്കെ, the next is, what is repos? REPOS. എന്താണ് repos എന്ന് നോക്കിയാലോ. ഷോർട്ട് ടേം ബോറോയിങ്സ് ടൂൾ where securities are sold with an agreement to repurchase them at a future date. കണ്ടോ? എന്താണ് റെപ്പോസ്? റെപ്പോസ് എന്ന് വെച്ചാൽ ഷോർട്ട് ടേം ബോറോയിങ് ടൂൾ ആണ്. ഇതെന്താണ്? ഒരു ഷോർട്ട് ടേം ബോറോയിങ് ടൂൾ ആണ്. മനസ്സിലാക്കണം. ഈ റെപ്പോസ് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? യെസ്, ഇതും ഒരു മണി മാർക്കറ്റിൽ വരുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. സോ റെപ്പോസ് എന്താണ്? ഇറ്റ്സ് എ ഷോർട്ട് ടേം ബോറോയിങ് ടൂൾ വെയർ സെക്യൂരിറ്റീസ് ആർ സോൾഡ് വിത്ത് ആൻ എഗ്രിമെന്റ് ടു റീപർച്ചേസ്. അതെ, ഇവിടെ ഒരു എഗ്രിമെന്റ് വെക്കും. എന്താണ് ഇവിടെ എഗ്രിമെന്റ്? ഈ സെല്ല് ചെയ്ത ഈ കണ്ടോ, ഈ സെക്യൂരിറ്റീസ് നമുക്ക് സെക്യൂരിറ്റീസ് ആണ് ഇവിടുത്തെ പ്രശ്നമെങ്കിൽ ഈ സെക്യൂരിറ്റീസ് നമ്മളൊരു എഗ്രിമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ എഗ്രിമെന്റ് എന്താ പറയുന്നത്? ടു റീപർച്ചേസ് ദം അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ് അറ്റ് എ ഫിക്സ്ഡ് പ്രൈസ്. നമ്മളൊരു എഗ്രിമെന്റ് വെക്കും. ഞാൻ ഈ സെക്യൂരിറ്റീസ് സെല്ല് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഞാനത് റീപർച്ചേസ് ചെയ്തോളാം ഇന്ന ദിവസം ഇത്ര രൂപയ്ക്ക് അറ്റ് എ ഫിക്സ്ഡ് ഡേറ്റ് അറ്റ് എ ഫിക്സ്ഡ് പ്രൈസ്. കണ്ടോ? അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് റെപ്പോ എന്ന് പറയുന്നത്. അതാണ് റീപർച്ചേസ് എഗ്രിമെന്റ്. കാരണം അത് ഞാൻ റീപർച്ചേസ് ചെയ്തോളാം. എൻ്റെ കയ്യിൽ ഇത്ര സെക്യൂരിറ്റീസ് ഉണ്ട്. എൻ്റെ കയ്യിൽ ഇത്ര സെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ ഞാനിത് സെല്ല് ചെയ്തോളാം. അതുപോലെ തന്നെ ഞാൻ സെല്ല് ചെയ്യുന്നത് സപ്പോസ് 01/06/2025 നമ്മൾ സെയിൽ ചെയ്യുന്നതെങ്കിൽ ഞാനൊരു എഗ്രിമെന്റ് വെക്കുന്നു. 01/07 or 08/2025 തന്നെ ഞാൻ എന്ത് ചെയ്യും? ഇത് റീപർച്ചേസ് ചെയ്തോളാം. ഇത് ഞാൻ ഈ സമയത്ത് സെല്ല് ചെയ്യും, ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്യും? റീപർച്ചേസ് ചെയ്യാം എന്ന്. അതുപോലെ തന്നെ ഫിക്സ്ഡ് ഡേറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഫിക്സ്ഡ് റേറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ റേറ്റ് എന്ന് പറയുന്നത് 1000 ആയിക്കോട്ടെ. ഓക്കെ, ഈ ഒരു റേറ്റിന് ഞാൻ ഇന്ന ഡേയിൽ തിരിച്ച് വാങ്ങിച്ചോളാം എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എഗ്രിമെന്റ് വെക്കുന്നുണ്ട്. സോ ഷോർട്ട് ടേം ബോറോയിങ് ടൂൾ. ഇതൊരു ഷോർട്ട് ടേം കണ്ടോ, വളരെ ഷോർട്ട് ടേമിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. where securities are sold with an agreement to repurchase them at a future date at a future price. Used by banks to manage short-term liquidity. ഷോർട്ട്-ടേം ലിക്വിഡിറ്റി, പെട്ടെന്നൊരു ആവശ്യത്തിന് ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാങ്ക്സ് ഇത് കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. എന്താണ്? റെപ്പോസ്, റീപർച്ചേസ് എഗ്രിമെന്റ്, റിവേഴ്സ് റെപ്പോയും റെപ്പോ റേറ്റും ഒക്കെ നമുക്കുള്ളതാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യും. ദ ഇൻട്രസ്റ്റ് ചാർജ് ഇസ് കോൾഡ് റെപ്പോ റേറ്റ്. കണ്ടോ? സെറ്റ് ബൈ SBI. SBI ആണ് എന്ത് ചെയ്യുന്നത്? റെപ്പോ റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. റെപ്പോ റേറ്റ് ഫിക്സ്ഡ് ബൈ RBI. RBI ആണ് ഇത് ഫിക്സ് ചെയ്യുന്നത്. റിവേഴ്സ് റെപ്പോ ഇസ് ഓപ്പോസിറ്റ് വെയർ RBI ബോറോസ് ഫണ്ട്സ് ഫ്രം ബാങ്ക്. കണ്ടോ? ഇവിടെ റിവേഴ്സ് റെപ്പോയിൽ എന്താ ചെയ്യുന്നത്? റിവേഴ്സ് റെപ്പോ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇവിടെ ചെയ്യുന്നത് കണ്ടോ? വേർ RBI ബോറോസ് ഫണ്ട്സ് ഫ്രം ബാങ്ക്. RBI എന്ത് ചെയ്യും? ബാങ്ക്സിൽ നിന്ന് ഫണ്ട് ബോറോ ചെയ്യും. ബാങ്ക്സിൽ നിന്ന് ബോറോ ചെയ്യും. RBI എന്ത് ചെയ്യും? ബാങ്ക്സിൽ നിന്ന് ബോറോ ചെയ്യും. ഓക്കെ, റെപ്പോ റേറ്റ് ആൻഡ് റിവേഴ്സ് റെപ്പോ റേറ്റ് അതുപോലെ തന്നെ എന്താണ്? ഇതൊരു ഇൻസ്ട്രുമെന്റ്സും ആണ്. നമ്മുടെ ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ പോലുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? റിവേഴ്സ് റെപ്പോ, റെപ്പോ റേറ്റ് എല്ലാം യൂസ് ചെയ്യാറുണ്ട്. ബാങ്ക് റേറ്റ്, റെപ്പോ റേറ്റ്, റിവേഴ്സ് റെപ്പോ ഇല്ലേ? സോ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് റെപ്പോ റേറ്റും റെപ്പോ ഈ പറയുന്ന റീപർച്ചേസ് എഗ്രിമെന്റും.
നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് എ ഡെവലപ്ഡ് മണി മാർക്കറ്റ്? എന്താണ് ഡെവലപ്ഡ് മണി മാർക്കറ്റിന്റെ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ഹൈലി ഓർഗനൈസ്ഡ് ബാങ്കിങ് സിസ്റ്റം. യെസ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു ഡെവലപ്ഡ് മണി മാർക്കറ്റിന്റെ ഏറ്റവും നല്ല ഫീച്ചറാണ് എന്ത്? ഹൈലി ഓർഗനൈസ്ഡ് ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഹൈലി ഓർഗനൈസ്ഡ് ബാങ്കിങ് സിസ്റ്റം. ബാങ്ക്സ് ആക്ട് ആസ് ദ മെയിൻ സപ്ലയേഴ്സ് ആൻഡ് ബോറോവേഴ്സ് ഓഫ് ഷോർട്ട് ടേം ഫണ്ട്. ബാങ്ക് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ആസ് മെയിൻ സപ്ലയേഴ്സ് ആൻഡ് ബോറോവേഴ്സ് ഓഫ് ഷോർട്ട് ടേം ഫണ്ട്. സെൻട്രൽ ബാങ്കിന്റെ റോൾ, സെൻട്രൽ ബാങ്കിന്റെ റോളും വളരെ വലുതാണ്. കാരണം നമ്മുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് RBI ആണ്. RBI ആണ് റെഗുലേറ്റ് ചെയ്യേണ്ടത്, ഇല്ലേ? RBI റെഗുലേറ്റ് ചെയ്യും ആൻഡ് കൺട്രോൾ ചെയ്യും. RBI റെഗുലേറ്റ്സ് ആൻഡ് കൺട്രോൾസ്. ഓക്കെ, എന്താണ്? മണി മാർക്കറ്റ്. സോ RBI. സോ ഹൈലി ഓർഗനൈസ്ഡ് ആയിട്ട് ബാങ്കിങ് സിസ്റ്റം നമുക്ക് എന്തായാലും വേണം. കാരണം എന്താണ്? ടു മെയിൻറ്റെയിൻ ബാങ്ക്സ് ആക്ട് as മെയിൻ സപ്ലയേഴ്സ് ആൻഡ് ബോറോവേഴ്സ് ഓഫ് ഷോർട്ട് ടേം ഫണ്ട്. കാരണം ബാങ്ക്സ് ആണ് മെയിൻ സപ്ലയേഴ്സും അതുപോലെ തന്നെ ബോറോവേഴ്സുമായിട്ട് ആക്ട് ചെയ്യുന്നത് തന്നെ. സോ അവരെന്തായിരിക്കണം? ഹൈലി ഓർഗനൈസ്ഡ് ആയിരിക്കണം. ഇനി ഇതൊക്കെ നോക്കിക്കാണാൻ നമുക്ക് ആരാ വേണ്ടത്? സെൻട്രൽ ബാങ്ക്, ദാറ്റ് ഈസ് RBI പോലൊരു ബാങ്ക് വേണം. ദെൻ ഇൻറ്റഗ്രേഷൻ ഓഫ് സബ് മാർക്കറ്റ്, കോൾ മണി, ബിൽ മാർക്കറ്റ്, റെപ്പോ, ട്രഷറി ബിൽസ് എക്സെട്ര വെൽ കണക്ട്. ഇതെല്ലാം ഒരു ഇൻറ്റഗ്രേഷൻ ആണ്. ഇൻറ്റഗ്രേഷൻ ഓഫ് സബ് മാർക്കറ്റ്. അവൈലബിലിറ്റി ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്. നമുക്ക് ഈ വേരിയസ് ഷോർട്ട് ടേം ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത എന്താണ്? കൊമേഴ്ഷ്യൽ പേപ്പർ ആണെങ്കിലും സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ് ആണെങ്കിലും ട്രഷറി ബിൽസ് ആണെങ്കിലും എന്താണ്? ഇതൊക്കെ എക്സിസ്റ്റ് ചെയ്യണം. വേരിയസ് ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ ആവശ്യകത ഇവിടെയുണ്ട്. അഡിക്കേറ്റ് ലിക്വിഡിറ്റി. ഫണ്ട്സ് ക്യാൻ ബി ഈസിലി ബോറോഡ് ആൻഡ് ലാൻഡ്. എന്താണ് അഡിക്കേറ്റ് ലിക്വിഡിറ്റി? ഏറ്റവും നല്ല ഫീച്ചർ എന്നാണ് നമുക്ക് അഡിക്കേറ്റ് ലിക്വിഡിറ്റി. പെട്ടെന്ന് നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലിക്വിഡ് ആക്കാനും പറ്റും ഷോർട്ട് ടേം ഫണ്ട്സ് എന്ന് പറയുന്നത്. യൂണിഫോം ഇൻട്രസ്റ്റ് റേറ്റ്, നാരോ ഡിഫറൻസസ് ഇൻ റേറ്റ്സ് അക്രോസ് സബ് മാർക്കറ്റ്. എന്തായാലും യൂണിഫോം ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും എല്ലായിടും വരുന്നത്. ഇന്റർനാഷണൽ ഇൻറ്റഗ്രേഷൻ, ഫ്രീ ഫ്ലോ ഓഫ് ഫണ്ട് ബിറ്റ്വീൻ ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ മാർക്കറ്റ്, എഫിഷ്യൻറ്റ് കമ്മ്യൂണിക്കേഷൻ, ക്വിക്ക് ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ് ത്രൂ മോഡേൺ ടെക്നോളജി. ഇതൊക്കെ എന്താണ്? ഫീച്ചേഴ്സ് ഓഫ് എ ഡെവലപ്ഡ് മണി മാർക്കറ്റ്. മണി മാർക്കറ്റ് വളരെ ഡെവലപ്ഡ് ആണെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് ചോദിക്കാൻ പറ്റും നമുക്ക്. എഫിഷ്യൻറ്റ് കമ്മ്യൂണിക്കേഷൻ, നമുക്ക് ഡിജിറ്റലി ഇല്ലെങ്കിൽ മോഡേൺ ടെക്നോളജി വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ക്വിക്ക് ട്രാൻസ്ഫർ തന്നെ നടക്കും. ഷോർട്ട് ടേം മെച്യൂരിറ്റി, ഡീൽസ് ആർ മെയിൻലി ഓഫ് ലെസ് ദാൻ 1 year. കൂടുതൽ എന്താണ്? ലെസ് ദാൻ 1 year ആണ്. ദെൻ ലാർജ് വോളിയം ഓഫ് ട്രാൻസാക്ഷൻ, കണ്ടിന്യൂസ് ബോറോയിങ് ആൻഡ് ലെൻഡിങ് ടേക്സ് പ്ലേസ്. ലാർജ് ബോറോയിങ്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അതെ, മണി മാർക്കറ്റിൽ ഈ പറയുന്ന ലാർജ് വോളിയം ഓഫ് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നത്. എന്താണ് എൻ്റെ അർത്ഥം? ഇതൊരു ഡെവലപ്ഡ് മണി മാർക്കറ്റ് ആണ്. അതിൻ്റെ ഫീച്ചറാണത്. ഓക്കെ, ദെൻ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് മണി മാർക്കറ്റ്? ഇനി മണി മാർക്കറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം. വളരെ സിമ്പിൾ അല്ലേ. ഒന്ന്, പ്രൊവൈഡ് ഷോർട്ട് ടേം ഫണ്ട്സ്. നമുക്ക് ഷോർട്ട് ടൈം ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? മണി മാർക്കറ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് തന്നെ ഇപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ലിക്വിഡാണ്, വളരെ ലിക്വിഡിറ്റിയാണ്. കാരണം അഡിക്കേറ്റ് ആയിട്ട് നമുക്ക് എന്താ പറ്റും? ഇല്ലെങ്കിൽ എന്താ? എൻഷുർ സ്മൂത്ത് ഫ്ലോ ഓഫ് ഫണ്ട്സ്. ഫണ്ട്സ് വളരെ നന്നായിട്ട് തന്നെ സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. പ്രൊമോട്ട് ഇൻവെസ്റ്റ്മെന്റ്, ചാനലൈസ് സർപ്ലസ് ഫണ്ട് ഇൻ ടു പ്രൊഡക്റ്റീവ് യൂസ്. പ്രൊമോട്ട്സ് ഇൻവെസ്റ്റ്മെന്റ്. പ്രൊമോട്ട് ചെയ്യാനും എന്ത് സഹായിക്കും? മണി മാർക്കറ്റിന്റെ ഒബ്ജക്റ്റീവ് ആണ് പ്രൊമോട്ട്സ് ഇൻവെസ്റ്റ്മെന്റ്. ഫിനാൻസിങ് ഗവൺമെന്റ് സപ്ലൈ ഷോർട്ട് ടേം ഫണ്ട്സ് ത്രൂ T-bills. അതെ, ട്രഷറി ബിൽസ് വഴി എന്ത് ചെയ്യാൻ പറ്റും? ഷോർട്ട് ടേം ഫണ്ട്സ് നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. ഗവൺമെന്റിനും ഫിനാൻസ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. ഫിനാൻസിങ് ഗവൺമെന്റ് സപ്ലൈ ഷോർട്ട് ടേം ഫണ്ട്സ് ത്രൂ T-bills. മോണിറ്ററി പോളിസി ഇംപ്ലിമെൻറ്റേഷൻ, അതുപോലെ തന്നെ മോണിറ്ററി പോളിസി ഇംപ്ലിമെൻറ്റേഷൻ ആയിട്ട് നമുക്ക് മണി മാർക്കറ്റിനെ യൂസ് ചെയ്യാൻ പറ്റും. ഹെൽപ്സ് RBI റെഗുലേറ്റ് ക്രെഡിറ്റ് ആൻഡ് മണി സപ്ലൈ. ക്രെഡിറ്റും മണി സപ്ലൈ ഒക്കെ റെഗുലേറ്റ് ചെയ്യാൻ RBI സഹായിക്കുന്ന ഒന്നാണ് എന്ത്? ഈ പറയുന്ന മണി മാർക്കറ്റ്. പ്രൈസ് സ്റ്റെബിലിറ്റി, പ്രിവെൻറ്റ്സ് എക്സസീവ് ഫ്ലക്ച്വേഷൻസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്. ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്ന എക്സസീവ് ഫ്ലക്ച്വേഷൻസ് നമുക്ക് ഒരു പരിധി വരെ തടയാനും നമ്മളെ എന്ത് സഹായിക്കും? യെസ്, മണി മാർക്കറ്റ് സഹായിക്കും. എൻകറേജസ് സേവിങ്സ്, ഫെസിലിറ്റേറ്റ് ട്രേഡ്, that is provides finance to exporters and importers, improve capital formation, indirectly supports long-term capital market, promote economic development. എങ്ങനെ? സ്മൂത്തൻസ് ഓവറോൾ ഫിനാൻഷ്യൽ സിസ്റ്റം എഫിഷ്യൻസി. കണ്ടോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. ഇത് വളരെ ഈസിയാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒബ്ജക്റ്റീവ്സ് ഓഫ് മണി മാർക്കറ്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒന്ന്, ഷോർട്ട് ടേം ഫണ്ട്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. രണ്ട്, ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യും. ഫിനാൻസിങ് ഗവൺമെൻറ്, മോണിറ്ററി പോളിസി ഇംപ്ലിമെൻറ്റേഷൻ, പ്രൈസ് സ്റ്റെബിലിറ്റി, എൻകറേജസ് സേവിങ്സ്, ഫെസിലിറ്റേറ്റ് ട്രേഡ്. ട്രേഡ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതും എന്താണ്? ഒരു ഒബ്ജക്റ്റീവാണ്, മണി മാർക്കറ്റിൻ്റെ ഒബ്ജക്റ്റീവാണ്. ഇംപ്രൂവ് ക്യാപിറ്റൽ ഫോർമേഷൻ ഇംപ്രൂവ് ചെയ്യുക. ദെൻ പ്രൊമോട്ട് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഓക്കെ,
വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ്? കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റിന്റെ ലിമിറ്റേഷൻസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ദെൻ ഫസ്റ്റ് ഇസ് അണ്ടർ ഡെവലപ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എന്താണ് വൈഡ്ലി യൂസ്ഡ് അല്ല, അതാണ് ഫസ്റ്റ് പ്രോബ്ലം. പ്രിഫറൻസ് ഫോർ ക്യാഷ് ക്രെഡിറ്റ്, എല്ലാവർക്കും കൂടുതൽ എന്താണ് ക്യാഷ് ക്രെഡിറ്റിനാണ് കൂടുതലും പ്രിഫറൻസ് ഉള്ളത്. അതെന്താണ് ഒരു കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റിന്റെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ ആണ്. ഹൈ സ്റ്റാമ്പ് ഡ്യൂട്ടി, ഈ ബില്ലിന് എന്താണ് ഈ പറഞ്ഞിട്ട് കൊമേഴ്ഷ്യൽ ബില്ലിന് കൂടുതൽ എന്താണ് സ്റ്റാമ്പ് ഡ്യൂട്ടി വളരെ ഹൈ ആയിരിക്കും. ലാക്ക് ഓഫ് അവയർനെസ്, എല്ലാവർക്കും സ്മോൾ ട്രേഡേഴ്സ് എന്ത് ചെയ്യത്തില്ല, കൂടുതലും യൂസ് ചെയ്യാറില്ല, ബിൽസ് കൂടുതലും യൂസ് ചെയ്യാറില്ല. കാരണം എന്താണ് അവർക്ക് എല്ലാവർക്കും പ്രിഫറൻസ് ക്യാഷ് ക്രെഡിറ്റ് ആണ്. ദെൻ റിസ്ക് ഓഫ് ഡിഫോൾട്ട്, ഡ്രോയി മേ ഫെയിൽ ടു പേ, അതെ റിസ്ക് ഓഫ് ഡിഫോൾട്ട് വളരെ ഹൈ ആണ് റിസ്ക് ഓഫ് ഡിഫോൾട്ട് എന്ന് പറയുന്നത്. ലിമിറ്റഡ് സെക്കൻഡറി മാർക്കറ്റ്, നമുക്ക് സെക്കൻഡറി മാർക്കറ്റിൽ എന്താണ് ഈസിലി ട്രേഡബിൾ അല്ല, വളരെ ലിമിറ്റഡ് ആണ് സെക്കൻഡറി മാർക്കറ്റിൽ. റിക്വയർസ് ഡോക്യുമെന്റേഷൻ, ഡിലേ ഇൻ ഡിസ്കൗണ്ടിങ്, സീസണൽ നേച്ചർ, ദാറ്റ് ഈസ് ഡിപ്പെൻസ് ഓൺ ട്രേഡ് വോളിയം, ലോ RBI സപ്പോർട്ട്, RBIയുടെ സപ്പോർട്ടും വളരെ കുറവാണ്. ഇതൊക്കെയാണ് ഒരു കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ് നേരിടുന്ന ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് കണ്ടോ? അണ്ടർ ഡെവലപ്ഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ അത്രത്തോളം ഡെവലപ്ഡ് അല്ല, കാരണം വൈഡ്ലി യൂസ്ഡ് അല്ല, എല്ലാവരും പ്രിഫറൻസ് ചെയ്യുന്നത് ക്യാഷ് ക്രെഡിറ്റ് ആയതുകൊണ്ടാണ് മെയിൻ പ്രശ്നം വരുന്നത്. ദെൻ ഹൈ സ്റ്റാമ്പ് ഡ്യൂട്ടി ആണ്, അവയർനെസ് കുറവാണ്, സ്മോൾ ട്രേഡേഴ്സ് ഒന്നും ഒരുപാട് യൂസ് ചെയ്യാറില്ല. ദെൻ റിസ്ക് ഓഫ് ഡിഫോൾട്ട്, ലിമിറ്റഡ് സെക്കൻഡറി മാർക്കറ്റ്, ദെൻ റിക്വയർസ് ഡോക്യുമെന്റേഷൻ, ഡിലേ ഇൻ ഡിസ്കൗണ്ടിങ്ങിലും ഡിലേ വരാറുണ്ട്. ദെൻ സീസണൽ നേച്ചർ ആൻഡ് ലോ സപ്പോർട്ട് ഓഫ് RBI. Then what are the advantages of ട്രഷറി ബിൽസ്? ഇനി നമുക്ക് അഡ്വാൻറ്റേജസ് ആണ്, ട്രഷറി ബിൽസിന്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇറ്റ്സ് എ സേഫ് ഇൻവെസ്റ്റ്മെന്റ്. എന്താണ് ഒരു വളരെ സേഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ത് ട്രഷറി ബിൽസ് എന്നത്, വളരെ സേഫ്. കാരണം എന്താ ഇഷ്യൂഡ് ബൈ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്നതുകൊണ്ടാണ് വളരെ സേഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയേണ്ടത്. ഹൈ ലിക്വിഡിറ്റി, ഈസിലി ട്രേഡബിൾ ആണ്. ഹൈ ലിക്വിഡിറ്റി എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് പെട്ടെന്ന് തന്നെ എന്താ മണി ആക്കാൻ പറ്റും, ക്യാഷ് ആക്കാൻ പറ്റും. സോ ഈസിലി ട്രേഡബിൾ ആണ്. ഷോർട്ട് ടേം, മെച്യൂരിറ്റി ഓഫ് 91, 182, 364 ഡേയ്സ് കണ്ടോ, ലെസ് ദാൻ 1 ഇയർ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. ആൻഡ് അട്രാക്റ്റീവ് ടു ബാങ്ക്സ്, ഹെൽപ്സ് മെയിൻറ്റെയിൻ SLR. ബാങ്ക്സിന് വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നാറ്, കാരണം എന്താ അവരുടെ SLR മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരുപാട് സഹായിക്കാറുണ്ട് ഈ പറയുന്ന ട്രഷറി ബിൽസ്. ഫ്ലെക്സിബിൾ, ഡിഫറെൻറ്റ് മെച്യൂരിറ്റീസ് അവൈലബിൾ, നോ ഡിഫോൾട്ട് റിസ്ക്, കാരണം എന്താ ഗ്യാരണ്ടീഡ് റീപേയ്മെന്റ് വളരെ ഗ്യാരണ്ടീഡ് ആണ്, കാരണം ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. ഹെൽപ്സ് മോണിറ്ററി പോളിസി, RBI യൂസസ് T-bills ഫോർ ലിക്വിഡിറ്റി കൺട്രോൾ, അതായത് ലിക്വിഡിറ്റി കൺട്രോളിനും T-bills യൂസ് ചെയ്യാറുണ്ട് ഇല്ലേ, നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്. മോണിറ്ററി പോളിസീസിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ പറയുന്ന T-bills ഒക്കെ. ട്രഷറി ബിൽസ് സപ്പോർട്ട്സ് ഗവൺമെന്റ് ഫിനാൻസ്, ഈസിലി ഡിസ്കൗണ്ടഡ്, വളരെ ഈസിലി ഡിസ്കൗണ്ടഡ് ആണ്. ക്യാൻ ബി സോൾഡ് ബിഫോർ മെച്യൂരിറ്റിക്ക് മുന്നേ തന്നെ നമുക്ക് സെല് ചെയ്യാൻ പറ്റും, കാരണം ഈസിലി ട്രേഡബിൾ ആണ്, ഹൈ ലിക്വിഡിറ്റി ഉണ്ട്. എൻകറേജസ് സേവിങ്സ്, അട്രാക്ട്സ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ്, എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപോലെ അട്രാക്ട് ചെയ്യുന്നുണ്ട് T-bills. ഓക്കെ, what are the merits and demerits of certificate of deposit? CED, സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും നമുക്ക് ഡിസ്കസ് ചെയ്യാം. മെറിറ്റ്സ് എന്താണ്, സേഫ് ഇൻസ്ട്രുമെന്റ്, ഹയർ ഇൻട്രസ്റ്റ് ദാൻ സേവിങ്സ് അക്കൗണ്ട്, നെഗോഷ്യബിൾ, എന്താണ് ട്രേഡ് ചെയ്യാൻ പറ്റും, ഫ്ലെക്സിബിൾ മെച്യൂരിറ്റി, അട്രാക്ട്സ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. ഇനി ഇതിന്റെ ഡിമെറിറ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് മെച്യൂരിറ്റി ആണ്, വിഡ്രോ ചെയ്യാൻ പറ്റില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫിക്സ്ഡ് മെച്യൂരിറ്റി ആയിട്ട് തന്നെ പെട്ടെന്ന് ബിഫോർ മെച്യൂരിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വിഡ്രോ ചെയ്യാൻ പറ്റില്ല. ലിമിറ്റഡ് സെക്കൻഡറി മാർക്കറ്റ്, നോട്ട് അട്രാക്റ്റീവ് ടു സ്മോൾ ഇൻവെസ്റ്റേഴ്സ്, മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ഇസ് ഹൈ ആൻഡ് ഇൻട്രസ്റ്റ് ഡിപ്പെൻസ് ഓൺ മാർക്കറ്റ് കണ്ടീഷൻ. അത് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുന്നത് വേരി ചെയ്തുകൊണ്ടിരിക്കും, മാർക്കറ്റ് കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇൻട്രസ്റ്റ് മാറുന്നത്. അതുപോലെ തന്നെ മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് CDയെ സംബന്ധിച്ച്, അതായത് സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റിനെ സംബന്ധിച്ച് വളരെ ഹൈ ആണ് ഇല്ലേ. നോട്ട് അട്രാക്റ്റീവ് ടു സ്മോൾ ഇൻവെസ്റ്റേഴ്സിനെ ഇത് ഒരു കാരണവശാലും അട്രാക്ട് ചെയ്തില്ല, കാരണം എന്താ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഹൈ എമൗണ്ട് ആയിരിക്കും. ദെൻ ഫിക്സ്ഡ് മെച്യൂരിറ്റി, വിഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് വിഡ്രോ ചെയ്യാനും പറ്റുന്ന കാര്യമല്ല. ഓക്കെ, ദീസ് ആർ ദ ഡിമെറിറ്റ്സ് ആൻഡ് മെറിറ്റ് ഓഫ് സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഡിപ്പോസിറ്റ് CED. അടുത്ത ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ആർ ദ യൂസേഴ്സ് ഓഫ് റെപ്പോയുടെ യൂസേഴ്സ് എന്താ നമുക്ക് നോക്കാം. Repo is a transaction in which two parties agree to sell and repurchase the same security. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നല്ലോ റീപർച്ചേസ് എഗ്രിമെന്റ്, റെപ്പോസ് എന്ന് പറയുന്നത്. സോ റെപ്പോ എന്താണ്, ഇവിടെ രണ്ട് പാർട്ടീസ് ഉണ്ട്. ഈ രണ്ട് പാർട്ടീസ് എന്താണ് പറയുന്നത്, എഗ്രി ടു സെൽ ആൻഡ് റീപർച്ചേസ് ദ സെയിം സെക്യൂരിറ്റി. സെല് ചെയ്യാനും റീപർച്ചേസ് ചെയ്യാനും ഈ സെയിം സെക്യൂരിറ്റി, ഇതേ സെക്യൂരിറ്റി തന്നെ സെല് ചെയ്യാനും റീപർച്ചേസ് ചെയ്യാനും ഈ രണ്ട് പാർട്ടീസ് എന്ത് ചെയ്യുന്നുണ്ട്, എഗ്രി ചെയ്യുന്നുണ്ട്. അണ്ടർ സച്ച് ആൻ എഗ്രിമെന്റ് സെല്ലർ സെൽസ്
സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ് വിത്ത് ആൻ എഗ്രിമെന്റ് ടു റീപർച്ചേസ് ദ സെയിം അറ്റ് എ മ്യൂച്വലി ഡിസൈഡഡ് മ്യൂച്വൽ ഡേറ്റ് ആൻഡ് പ്രൈസ്. നമ്മളിത് വളരെ വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്തായിരുന്നു. സിമിലർലി ദ ബയർ പർച്ചേസസ് ദ സെക്യൂരിറ്റീസ് അറ്റ് ആൻ എഗ്രിമെന്റ് ടു റീസെൽ ദ സെയിം. ബയർ എന്ത് ചെയ്യുന്നു? ഈ ബയർ, ഞാനാണിത് വാങ്ങിച്ചതെങ്കിൽ ഓക്കെ, ഈ ബയർ എന്താ പറയുന്നത്? ടു റീസെൽ, ഇതെന്താണ്? ഞാൻ വാങ്ങിച്ചു, ഞാൻ തിരിച്ചു തരാം, ഇത് തിരിച്ചു വിൽക്കാം. റീസെൽ ദ സെയിം, അതായത് അതേ സെക്യൂരിറ്റി ആണ്, റീസെൽ ദ സെയിം ടു ദ സെല്ലർ ഓൺ ദ എഗ്രി ഡേറ്റ് ഇൻ ഫ്യൂച്ചർ അറ്റ് എ പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസ്. നേരത്തെ തന്നെ പ്രീ ഡിറ്റർമൈൻ ചെയ്ത പ്രൈസിൽ ഞാൻ തന്നോളാം എന്ന്. ഒരു കറക്റ്റ് പ്രൈസ് നമ്മൾ നേരത്തെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഫിക്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സച്ച് എ ട്രാൻസാക്ഷൻ ഇസ് കോൾഡ് റെപ്പോ ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് സെല്ലർ. സെല്ലറിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് അതിന് എന്തെന്ന് പറയണം? റെപ്പോ എന്ന് പറയണം. ആൻഡ് ബയറിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നോ റിവേഴ്സ് റെപ്പോ. ഓക്കെ, റിവേഴ്സ് റെപ്പോ. ഇത് മാറി പോകാനേ പാടില്ല. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സെല്ലറിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് റെപ്പോ എന്ന് പറയും, ആൻഡ് ബയറിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് റിവേഴ്സ് റെപ്പോ എന്നായിരിക്കും പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ ഓഫ് റെപ്പോ നമ്മൾ നേരത്തെ തന്നെ റെപ്പോയുടെ എക്സാമ്പിൾ ഡിസ്കസ് ചെയ്തു. ഇനി യൂസസ് ഓഫ് റെപ്പോ നമുക്ക് നോക്കാം. Then helps bank to invest in surplus cash. ബാങ്കിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും? സർപ്ലസ് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ബാങ്ക്സ് വിത്ത് എക്സ്ട്രാ മണി ക്യാൻ ലെൻഡ് ഇറ്റ് ടു റെപ്പോ ഡീൽസ് ആൻഡ് ഏൺ ഇൻട്രസ്റ്റ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ബാങ്ക്സിന്, അതെ, ബാങ്ക്സ് വിത്ത് എക്സ്ട്രാ മണി, ഒരു ബാങ്കിൻ്റെ ഒരുപാട് മണി ഉണ്ടെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻ ലെൻഡ് ഇറ്റ് ത്രൂ റെപ്പോ ഡീൽസ് ആൻഡ് ഏൺ ഇൻട്രസ്റ്റ്. ഹെൽപ്സ് ഇൻവെസ്റ്റേഴ്സ് അച്ചീവ് മണി മാർക്കറ്റ് റിട്ടേൺസ് വിത്ത് സോവറിൻ സേഫ്റ്റി. സിൻസ് റെപ്പോസ് ആർ ബാക്ഡ് ബൈ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, അത് വളരെ സേഫ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് എന്താണ്? മോർ മണി, അതായത് അച്ചീവ് മണി മാർക്കറ്റ് റിട്ടേൺസ് വിത്ത് സോവറിൻ സേഫ്റ്റി. വളരെ സേഫ് ആയിട്ട് തന്നെ ഇവർക്ക് ഇത് ചെയ്യാൻ പറ്റും. ഹെൽപ്സ് ബോറോവേഴ്സ് റേസ് ഫണ്ട് അറ്റ് ബെറ്റർ റേറ്റ്. എ ബാങ്ക് നീഡിങ് മണി ക്യാൻ ബോറോ ഫണ്ട്സ് ചീപ്ലി ബൈ സെല്ലിംഗ് സെക്യൂരിറ്റീസ് വിത്ത് ആൻ എഗ്രിമെന്റ് ടു ബൈ ദം ബാക്ക്. അതെ, അപ്പോൾ ഒരു ബാങ്കിന് പെട്ടെന്നൊരു ആവശ്യത്തിന് മണി വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, can borrow funds cheaply by selling securities with an agreement to buy them. ഇത് ഞാൻ തിരിച്ചു വാങ്ങിച്ചോളാം എന്ന എഗ്രിമെന്റിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് സെല് ചെയ്യാൻ പറ്റും. അഡ്ജസ്റ്റ്മെന്റ് ഓഫ് SLR ആൻഡ് CRR. ഇഫ് എ ബാങ്ക് ഹാസ് എക്സ്ട്രാ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, അതായത് SLR, ബട്ട് നീഡ്സ് ക്യാഷ് ടു മീറ്റ് CRR, ഇറ്റ് ക്യാൻ ഡു റെപ്പോ ഡീൽ ടു ബാലൻസ് ബോത്ത്. ഇത് രണ്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? റെപ്പോ ഡീൽ ചെയ്യാൻ പറ്റും. ലിക്വിഡിറ്റി മാനേജ്മെന്റ് ബൈ RBI. RBI യൂസസ് റെപ്പോ ടു ഇൻജെക്ട് ഫണ്ട്സ് ആൻഡ് റിവേഴ്സ് റെപ്പോ ടു അബ്സർവ് ഫണ്ട്. അതെ, റിവേഴ്സ് റെപ്പോ എന്തിനാണ്? ഫണ്ട്സ് ഇൻജെക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെപ്പോ ചെയ്യുന്നത്, റെപ്പോസ്. ഓക്കെ, അതുപോലെ തന്നെ റിവേഴ്സ് റെപ്പോ ചെയ്യുന്നത് എപ്പോഴാണ്? യെസ്, റിവേഴ്സ് റെപ്പോ ചെയ്യുന്നത് ബാങ്ക്സ് അബ്സോർബ് ചെയ്യാൻ, ലിക്വിഡിറ്റി അബ്സോർബ് ചെയ്യാൻ, അല്ലെങ്കിൽ ഫണ്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിവേഴ്സ് റെപ്പോ യൂസ് ചെയ്യുന്നത്. ഇതൊരു ടൂൾ ആയിട്ടാണ് RBI ഇതിനെ ഒരു ലിക്വിഡിറ്റി മാനേജ്മെന്റ് ടൂൾ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ഇസ് essay questions. essay questions ഡിസ്കസ് ചെയ്യാം. വാട്ട് ഈസ് മണി മാർക്കറ്റ്? എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. നമുക്കറിയാം മണി മാർക്കറ്റ് എന്താണെന്ന് അറിയാലോ അല്ലേ? എന്താണ് മണി മാർക്കറ്റ്? മണി മാർക്കറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ ഫിനാൻഷ്യൽ സിസ്റ്റം where short-term funds maturity less than 1 year are borrowed and lent. It ensures liquidity and credit flow in the economy. Very, very simple. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എന്താണ് മണി മാർക്കറ്റ് എന്ന്? ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ, ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടാണ്. ഇവിടെ എന്താണ്? ഷോർട്ട് ടേം ഫണ്ട്സ്, അതായത് മെച്യൂരിറ്റി ലെസ് ദാൻ 1 year ആണ് നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത്. അത് ബോറോ ചെയ്യാറുണ്ട്, ലെൻഡ് ചെയ്യാനും നമുക്ക് പറ്റും. ഇറ്റ് എൻഷുവേഴ്സ് ലിക്വിഡിറ്റി ആൻഡ് ക്രെഡിറ്റ് ഫ്ലോ ഇൻ ദ എക്കോണമി. എക്കണോമിയിൽ ലിക്വിഡിറ്റിയും ക്രെഡിറ്റ് ഫ്ലോയും എൻഷുർ ചെയ്യാനും എന്ത് സഹായിക്കുന്നുണ്ട്? മണി മാർക്കറ്റ് സഹായിക്കുന്നുണ്ട്. സോ ഇമ്പോർട്ടൻസ് നോക്കാം. ലിക്വിഡിറ്റി മാനേജ്മെന്റ് ഹെൽപ്സ് ബാങ്ക്, ഫേംസ് ആൻഡ് ഗവൺമെന്റ് മീറ്റ് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ നീഡ്സ്. ഷോർട്ട് ടേം ഫിനാൻഷ്യൽ നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെയൊക്കെ സഹായിക്കും? ഇപ്പം ബാങ്ക്സിനെയും ഫേംസിനെയും ഗവൺമെന്റിനെയും എല്ലാവരെയും സഹായിക്കും. എന്ത്? മണി മാർക്കറ്റിലെ ഇൻസ്ട്രുമെന്റ്സും. എഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ്. ട്രാൻസ്ഫർ ഐഡിൽ ഫണ്ട്സ് ഫ്രം സർപ്ലസ് ടു ഡെഫിസിറ്റ് ഏരിയസ്. അതെ, ഐഡിൽ ഫണ്ട്സ്, ഐഡിലായിട്ടുള്ള ഫണ്ട്സ്, ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ഫണ്ട്സ് നമുക്ക് സർപ്ലസ് ഏരിയയിൽ നിന്ന് ഡെഫിസിറ്റ് ഏരിയയിലേക്ക്, വളരെ ആവശ്യമുള്ള ഒരു സ്ഥലത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സപ്പോർട്ട്സ് മോണിറ്ററി പോളിസി. RBI യൂസസ് ഇറ്റ് ഫോർ ക്രെഡിറ്റ് കൺട്രോൾ, ദാറ്റ് ഈസ് ത്രൂ റെപ്പോ, റിവേഴ്സ് റെപ്പോ, CRR, ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? മണി മാർക്കറ്റിന് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ മണി മാർക്കറ്റിന്റെ ഇമ്പോർട്ടൻസ് ആണ്. Promotes economic growth, channelizes funds to productive purposes. Finances trade and industry, provides working capital through instruments like CP and bills. അതെ, വർക്കിംഗ് ക്യാപിറ്റൽ, ഫിനാൻസ്, ട്രേഡിന് ഇൻഡസ്ട്രിയൊക്കെ ഏറ്റവും കൂടുതൽ സഹായിക്കുക എങ്ങനെ? ഇപ്പം സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, എന്താണ് CP പോലത്തെ നമ്മൾ
എന്താണ് പ്രൊവൈഡ് ഇല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുവാണെങ്കിൽ ഇല്ലേ, ഈ CP പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്താണ് പറ്റുന്നത്? അതെ, വർക്കിംഗ് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പറ്റും. ഒരു കമ്പനിക്ക് വർക്കിംഗ് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പറ്റും. കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ, ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുമ്പോൾ അവർക്ക് എന്താണ്, അവർ വർക്കിംഗ് ക്യാപിറ്റൽസ് അവർക്ക് റേസ് ചെയ്യാൻ പറ്റും. ബാലൻസസ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് മണി. അതെ, ഡിമാൻഡും സപ്ലൈയും ബാലൻസ് ചെയ്യാൻ സഹായിക്കും. സേഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് T-bills, CPs ആർ ലെസ് റിസ്ക്. ഇതൊക്കെ എന്താണ്, വളരെ റിസ്ക് കുറവുള്ള കാര്യങ്ങളാണ്. എൻകറേജസ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, പ്രൊവൈഡ്സ് ഓൾട്ടർനേറ്റീവ് ഷോർട്ട് ടേം അവന്യൂസ്. കണ്ടോ, പ്രൊവൈഡ്സ് ഓൾട്ടർനേറ്റീവ് ഷോർട്ട് ടേം അവന്യൂസ്. റെഡ്യൂസസ് ഡിപ്പെൻഡൻസ് ഓൺ RBI. RBIയിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. ബാങ്ക്സ് ക്യാൻ ബോറോ ഫ്രം മാർക്കറ്റ് ഇൻസ്റ്റെഡ് ഓഫ് സെൻട്രൽ ബാങ്ക്. ബാങ്ക്സിന് എന്താ പെട്ടെന്ന് ഒരു ആവശ്യത്തിന് ഷോർട്ട് ടേം ഫണ്ടാണ് ആവശ്യമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, RBIയിൽ നിന്നല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മണി മാർക്കറ്റിൽ നിന്ന് ബോറോ ചെയ്യാനും സഹായിക്കും. സ്റ്റെബിലൈസസ് ഇൻട്രസ്റ്റ് റേറ്റ്, പ്രൊമോട്ട്സ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഒരുപാട് പ്രൊമോട്ട് ചെയ്യും. ഇൻറ്റഗ്രേഷൻ വിത്ത് ക്യാപിറ്റൽ മാർക്കറ്റ്. അതെ, ഷോർട്ട് ടേം ഫണ്ട്സ് എന്ത് വേണം, നീഡ്സ് സപ്പോർട്ടഡ് വൈ ലോങ് ടേം ഫണ്ട്സ് ഗോ ടു ക്യാപിറ്റൽ മാർക്കറ്റ്. കണ്ടോ, ഷോർട്ട് ടേം നീഡ് സപ്പോർട്ടഡ്. കണ്ടോ, ഷോർട്ട് ടേം നീഡ്സ് സപ്പോർട്ട് ചെയ്യാനും എന്താണ്, വൈ ലോങ് ടേം ഫണ്ട്സ് എങ്ങോട്ട് പോകും, ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് പോകും. ഹെൽപ്സ് ഗവൺമെന്റ് ആൻഡ് ബോറോയിങ്സ്. അതെ, ഗവൺമെന്റിനെ എങ്ങനെ സഹായിക്കുന്നത്, ട്രഷറി ബിൽസ്, ഫിനാൻസ്, ഫിസിക്കൽ ഡെഫിസിറ്റ്. ഫിസിക്കൽ ഡെഫിസിറ്റ് എങ്ങനെ ചെയ്യാൻ പറ്റും, പെട്ടെന്നൊരു ഫിസിക്കൽ ഡെഫിസിറ്റ് വന്നാൽ അത് നികത്താൻ വേണ്ടിയിട്ട് അവർക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, ട്രഷറി ബിൽസ് യൂസ് ചെയ്യാൻ പറ്റും. എൻകറേജസ് ഇന്നോവേഷൻ, ന്യൂ ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് CD, CP, റിപ്പോസ്, ഇതൊക്കെ ഇവോൾവ് ആയി വന്ന കാര്യങ്ങൾ. അതുകൊണ്ട് ഇന്നോവേഷൻസ് അതായത് വളരെയധികം എൻകറേജ് ചെയ്യാൻ പറ്റും. സ്ട്രെങ്തൻ ബാങ്കിങ് സിസ്റ്റം, പ്രൊവൈഡ്സ് എ പ്ലാറ്റ്ഫോം ഫോർ ഇന്റർബാങ്ക് ലെൻഡിങ് ആൻഡ് ബോറോയിങ്. Then അടുത്ത എക്സ്പ്ലെയിൻ ദ കോമ്പണൻസ് ഓഫ് ഇന്ത്യൻ മണി മാർക്കറ്റ്. എന്തൊക്കെ കോമ്പണൻസ് ആണ് ഇന്ത്യൻ മണി മാർക്കറ്റിലുള്ളത് നോക്കിയാലോ. സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ മണി മാർക്കറ്റ്. ദ ഇന്ത്യൻ മണി മാർക്കറ്റ് ഇസ് എ മാർക്കറ്റ് ഫോർ ഷോർട്ട് ടേം ഫണ്ട്സ് റേഞ്ചിങ് ഫ്രം ഓവർനൈറ്റ് ടു 1 year. അതെ, ഒരു രാത്രി കൊണ്ട് 1 year വരെ നമുക്ക് പോകും. which helps meet the liquidity needs of banks, financial institutions, firms and the government while channelizing surplus fund from savers. ഇനി മെയിൻ കോമ്പണൻസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കോമ്പണൻസ് ആണ് ഇന്ത്യൻ മണി മാർക്കറ്റിലെ കോമ്പണൻസ് എന്ന് പറയുമ്പോൾ. ആദ്യം ഓർഗനൈസ്ഡ് മണി മാർക്കറ്റും ഉണ്ട്, നമുക്ക് അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റും ഉണ്ട്. ഓക്കെ, ദെൻ സബ് മാർക്കറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർഗനൈസ്ഡ് മണി മാർക്കറ്റും അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റും ആണുള്ളത്, അത് മറന്നു പോകരുത്. ഈ ഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് എന്താണ്, ആസ് എ വെൽ റെഗുലേറ്റഡ് സ്ട്രക്ചർ. കാരണം എന്താ, ഇത് ഗവൺ ചെയ്യുന്നത് RBIയും ഗവൺമെൻറ്റും ആണ്. സോ വെൽ റെഗുലേറ്റഡ്. RBI റെഗുലേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് അൺറെഗുലേറ്റഡ് എന്ന് നേരത്തെ നമ്മൾ പ്രോമിസറി നോട്ട് പഠിച്ചത് ഓർമ്മയുണ്ടോ? യെസ്. Participants include RBI, commercial banks, cooperative banks, financial institutions, NBFCs and government bodies. ഇവരൊക്കെയാണ് പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ളത്. സോ സബ് മാർക്കറ്റ്സ് കോൾ മണി മാർക്കറ്റ്, ട്രഷറി ബിൽ മാർക്കറ്റ്, കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ് ആൻഡ് ഷോർട്ട് ടേം ലോൺ മാർക്കറ്റ്. കണ്ടോ, ഇതാണ് ഓർഗനൈസ്ഡ് മണി മാർക്കറ്റ്. ആ പേര് പോലെയാണ്, വളരെ ഓർഗനൈസ്ഡും റെഗുലേറ്റഡും ആണ്. കാരണം ഇത് ഗവൺ ചെയ്യുന്നത് RBIയും ഗവൺമെൻറ്റും കൂടെയാണ്. ദെൻ അൺഓർഗനൈസ്ഡ് consist of indigenous bankers, money lenders, chit funds, private finance companies, etc. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, കാരണം ഇത് റെഗുലേറ്റഡ് അല്ല, അൺറെഗുലേറ്റഡ് ആണ്. അതുപോലെ തന്നെ സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇൻഡിജിനസ് ബാങ്കേഴ്സ്, മണി ലെൻഡേഴ്സ്, ചിറ്റ് ഫണ്ട്സ്, ചിട്ടി ഫണ്ടുകൾ, അതുപോലെ തന്നെ പ്രൈവറ്റ് ഫിനാൻസ് കമ്പനീസ് എക്സെട്ര. ലെസ് റെഗുലേറ്റഡ് ത്രൂ RBI ടേക്കിംഗ് സ്റ്റെപ്സ്. RBI സ്റ്റെപ്സ് എടുക്കുന്നുണ്ട്, NBFCs ഡയറക്ഷൻസും എല്ലാം കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ എന്നാലും എന്താണ്, വളരെ റെഗുലേറ്റഡ് ആണ്. സോ എന്താണ് സബ് മാർക്കറ്റ് എന്ന് പറയാൻ എന്തൊക്കെയാണ് വരുന്നത്, കോൾ മണി മാർക്കറ്റ്, ട്രഷറി മാർക്കറ്റ്, ട്രഷറി ബിൽസ് മാർക്കറ്റ്, കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ് ആൻഡ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ് ആൻഡ് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർഗനൈസ്ഡും അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഓർഗനൈസ്ഡും അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ്. ദെൻ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ മണി മാർക്കറ്റ്. The Indian money market is a system where short-term funds, organized and unorganized. Then, ഇവിടെ വീണ്ടും എന്താണ് വരുന്നത്, മെയിൻ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അൺഓർഗനൈസ്ഡ് സെക്ടർ. ഓക്കെ, അവിടെ എന്താ, ഇൻഡിജിനസ് ബാങ്കേഴ്സും മണി ലെൻഡേഴ്സും വരുന്നു. ഓർഗനൈസ്ഡ് സെക്ടറിൽ എന്താ വരുന്നത്, കൺട്രോൾഡ് ആൻഡ് റെഗുലേറ്റഡ് ബൈ RBI. സബ് മാർക്കറ്റ്സ്, ഈ നേരത്തെ ഡിസ്കസ് ചെയ്ത മെയിൻ സബ് മാർക്കറ്റ്സ് വീണ്ടും വരുന്നുണ്ട്. മെയിൻ പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണ് ഇവിടെ, RBI, ഗവൺമെന്റ്, ബാങ്ക്സ്,
ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, കോർപ്പറേറ്റ് ഫേംസ്, മ്യൂച്വൽ ഫണ്ട്സ്, അതായത് NBFCs, PFs, പ്രൈമറി ഡീലേഴ്സ്, ഇവരൊക്കെയാണ് ഇവിടെ മെയിൻ പാർട്ടിസിപ്പൻസ്. കണ്ടോ, മെയിൻ പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ളത്. വളരെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. Then Indian money market has a number of defects. What are the measures taken by RBI to remove these defects? Indian money market ഒരുപാട് ഡിഫക്റ്റ് ഉണ്ട്. എന്തൊക്കെ മെഷേഴ്സ് ആണ് RBI എടുത്തത് എന്ന് നമുക്ക് നോക്കാം. ഇനി ഡിഫക്റ്റ് എന്താണ്? എസിസ്റ്റൻസ് ഓഫ് അൺഓർഗനൈസ് സെക്ടർ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് അൺഓർഗനൈസ് സെക്ടറിന്റെ എസിസ്റ്റൻസ് ഉണ്ട്. ലാക്ക് ഓഫ് ഇന്റഗ്രേഷൻ ബിറ്റ്വീൻ ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് മാർക്കറ്റ്, സീസണൽ ഷോർട്ടേജ് ഓഫ് ഫണ്ട്, ആബ്സൻസ് ഓഫ് ഡെവലപ്ഡ് ബിൽ മാർക്കറ്റ് ആൻഡ് വൈഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലക്ച്വേഷൻസ്. ഇതൊക്കെയാണ് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ. ഇല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മണി മാർക്കറ്റിന്റെ നമ്പർ ഓഫ് ഡിഫക്ട്സിൽ കുറച്ച് ഡിഫക്ട്സ് മാത്രം ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡിഫക്ട്സ് ആണ് ഇത്. ഇനി ഈ ഡിഫക്ട്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി RBI എന്ത് മെഷേഴ്സ് എടുക്കുമെന്ന് നോക്കാം. Measures taken by RBI to remove defects of Indian money market. ഒന്ന്, control of call money rate. Call money rate ne control ചെയ്യാൻ നോക്കാം. എങ്ങനെ? RBI intervenes to check sharp rise of fall in call money rates by injecting or absorbing fund. Injecting absorbing fund നമ്മൾ നേരത്തെ നോക്കിയാൽ റെപ്പോസും റിവേഴ്സ് റെപ്പോസും അങ്ങനെ ഒരുപാട് ടൂൾസ് ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? RBI intervene ചെയ്യാൻ പറ്റും. അതായത് ഷാർപ്പ് റൈസ് ആണെങ്കിലും സ്റ്റീപ്പ് ഫോൾ ആണെങ്കിലും ഇത് രണ്ടും റെഗുലേറ്റ് ചെയ്യാൻ RBIക്ക് പറ്റും. So control of call money rates. Then bill market development. എന്താണ്? Introduced bill market scheme. കണ്ടോ, introduced bill market scheme 1952 and 1970 and the new bill market scheme 1970 for rediscounting trade bills. ഡിസ്കൗണ്ടിങ്ങിനും റീഡിസ്കൗണ്ടിനും വേണ്ടിയിട്ട് പുതിയ എന്താണ് സ്കീംസ് തന്നെ എന്ത് ചെയ്തു? ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. Then discount market development established the Discount and Finance Houses of India in 1988 to promote active bill discounting. Active bill discounting വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? യെസ്, നമ്മൾ ഡിസ്കൗണ്ട് മാർക്കറ്റ് ഡെവലപ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. DFHI 1988 നമ്മൾ എന്ത് ചെയ്തു? എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇന്റഗ്രേഷൻ ഓഫ് ഇൻഡിജിനസ് ബാങ്കേഴ്സ്. യെസ്, അടുത്ത എന്താണ്? ഇൻഡിജിനസ് ബാങ്കേഴ്സിന്റെ ഇന്റഗ്രേഷൻ എന്താന്ന് നോക്കിയാലോ. RBI's 1937 scheme asked indigenous bankers to maintain accounts, get audited and submit statement to RBI. ആണോ, എന്താണ്? ഇങ്ങനെയുള്ള ഇൻഡിജിനസ് ബാങ്കേഴ്സ് എന്ത് ചെയ്യണം? അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം, അവരെ ഓഡിറ്റ് ചെയ്യണം, സ്റ്റേറ്റ്മെന്റ്സ് RBIക്ക് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. Then new money market instruments. എന്താണ് ന്യൂ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്? ഇൻട്രൊഡ്യൂസ്ഡ് ട്രഷറി ബിൽസ്. ഇതൊക്കെ നമുക്ക് എന്തൊക്കെ മെഷേഴ്സ് എടുത്തു? ട്രഷറി ബിൽസ്, അതായത് മണി മാർക്കറ്റിലേക്ക് പുതിയ ഇൻസ്ട്രുമെന്റ്സ് RBI ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇൻട്രൊഡ്യൂസ്ഡ് ട്രഷറി ബിൽസ്, സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഡെപ്പോസിറ്റ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്. അടുത്ത മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് MMFS. ഓക്കെ, permitted bank to set up MMFS in 1991 to give investors short term avenues. അത് ഷോർട്ട് ടേം അവന്യൂസ് ഇൻവെസ്റ്റേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് സെറ്റപ്പ് ചെയ്തു? നമ്മൾ MMFS. എന്താണത്? മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്സ്. ഓക്കെ, പാർട്ടിസിപ്പേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ allowed LIC, GIC, UTI, IDBI mutual funds to act as lenders and borrowers in money market. മെയിൻ മണി മാർക്കറ്റിൽ ആരാണ് ലെൻഡേഴ്സും ബോറോവേഴ്സും ആയിട്ട് മണി മാർക്കറ്റിൽ ആക്ട് ചെയ്യാൻ ആർക്കൊക്കെ അവസരം കൊടുത്തു? യെസ്, പാർട്ടിസിപ്പേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ മെയിൻ ആയിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത് ഒന്ന് LIC, GIC, UTI ആൻഡ് IDBI. ഓക്കെ, ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലേ? Collateralized borrowing and lending obligation CBL introduced by Clearing Corporation of India Limited as an alternative to call money. അതെ, കോൾ മണിക്ക് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമ്മൾ എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഇൻട്രൊഡ്യൂസ്ഡ് ബൈ അതാണ് CBLO. CBL നമ്മൾ എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? യെസ്, ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ക്ലിയറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആസ് എൻ ഓൾട്ടർനേറ്റീവ് ടു കോൾ മണി. കോൾ മണിക്ക് ഒരു ഓൾട്ടർനേറ്റീവ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതാണ് എന്ത്? CBLO, കൊളാറ്ററലൈസ്ഡ് ബോറോയിങ് ആൻഡ് ലെൻഡിങ് ഒബ്ലിഗേഷൻ. സോ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ 2 മണി മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. നമുക്ക് കൺഫ്യൂഷൻ വരാൻ ഒരു ചാൻസും ഇല്ലാത്തൊരു ചാപ്റ്ററാണ് ഈ പറയുന്നത് ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും. ഇറ്റ്സ് വെരി ഈസി, വളരെ ഈസിയാണ്. പിന്നെയും ക്യാപിറ്റൽ മാർക്കറ്റ് വരുമ്പോഴാണ് നമ്മൾ വീണ്ടും കുറച്ച് കൺഫ്യൂസ്ഡ് ആവുന്നത്. മണി മാർക്കറ്റൊക്കെ വളരെ സിമ്പിളാണ്. ഈ തന്നിരിക്കുന്ന നോട്ട്സ് എന്ത് ചെയ്താൽ മാത്രം അത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പഠിക്കുക, രണ്ടൊന്ന് വായിച്ചു നോക്കുക. അതിനായിട്ട് പഠിച്ചാൽ എന്താണ് എക്സാംസ് ഒക്കെ വളരെ ഈസി ആയിരിക്കും. എന്തായാലും നമ്മൾ എക്സാംസിന് ലൈവ് കണ്ടക്ട് ചെയ്യും. സോ അതിന് മുന്നേ നിങ്ങളൊന്ന് ജസ്റ്റ് പഠിച്ചു വെച്ചിരുന്നത് നിങ്ങൾക്ക് എന്തായിരിക്കും? വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, സോ അടുത്ത ക്ലാസ്സുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ വരുന്നതായിരിക്കും. സോ ബൈ.